സമ്പലിലെ മുസ്ലിം പള്ളി പൊളിച്ചു മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇതുവരെ കെട്ടടങ്ങുന്നില്ല. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലെ തടാകത്തിലും സർക്കാർ ഭൂമിയിലും നിർമ്മിച്ച പള്ളിയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചു മാറ്റിയത്. യോഗി ആദിത്യനാഥ് സർക്കാർ അവിടെയുള്ള ആ പള്ളി ഇരിക്കുന്ന ആ ഗ്രാമത്തെ സമ്പൂർണ്ണമായി ഒരു പോലീസ് ക്യാമ്പാക്കി മാറ്റിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ്. ഗ്രാമനിവാസികളുടെ സ്ഥലത്താണ് ഈ പള്ളി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇവർക്ക് കൊടുത്തു. ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഒരു ഒഴിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ 30 ദിവസത്തിൽ ഇത് പൊളിച്ചു മാറ്റുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. അതിനെതിരെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അതായത് ചില മുസ്ലിം പാർട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അവർക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ദസറ അവധി ഉണ്ടായിരുന്നിട്ടും ശനിയാഴ്ച രാവിലെ പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. മസാജിദ് ഷെരീഫ് ഗോസുൽബാറ റം ഗുസുർബുഗിനും പള്ളിയിലെ മുതവല്ലി മിൻജാദും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഈ വിഷയത്തിൽ ബദൽ പരിഹാരങ്ങൾ ലഭ്യമാണ്, അവലംബിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ദിനേശ് പഥക്കിന്റെ ബെഞ്ച് ഹർജിക്കാരന്റെ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അവധി ദിനത്തിൽ തന്നെ ഇതിനെതിരെ അടിയന്തര വാദം കേൾക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒരു അവധി ദിവസത്തേക്ക് അടിയന്തര വാദം കേൾക്കണമെന്ന് ഹർജിക്കാരൻ അപേക്ഷ സമർപ്പിച്ചു. പള്ളി ബറാത്ഘർ ആശുപത്രി എന്നിവ പൊളിക്കാനുള്ള ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. കൂടാതെ ഭരണകൂടത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്ത അപേക്ഷയിൽ ബുൾഡോസർ പ്രവർത്തനത്തിനിടെ വലിയ അപകടമോ ബഹളമോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒക്ടോബർ 2 ദിനവും ദസറ അവധി ദിനവും പൊളിക്കലിനായി മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ് എന്നും പറയുന്നുണ്ട്. അതായത് അവധി ദിനത്തിൽ ആൾക്കാർ പുറത്ത് കാണില്ല, വീട്ടിനകത്തായിരിക്കും. ആ ദിവസം നോക്കി യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ ഹർജിയിലുള്ളത്. തടാകത്തിൻ്റെ ഭൂമിയിലാണ് ബറാത്ഘർ നിർമ്മിച്ചിരിക്കുന്നതെന്നും പള്ളിയുടെ ഒരു ഭാഗം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതെന്നുമാണ് ഈ നടപടിക്ക് പിന്നിലെ ഭരണ സംവിധാനത്തിൻ്റെ ആരോപണമെന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഈ വിഷയത്തിൽ 1.5 മണിക്കൂർ വാദം കേട്ടെങ്കിലും പള്ളി ഭാഗത്ത് ഇടക്കാല ആശ്വാസം ലഭിച്ചില്ല. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഉത്തരവിട്ട കോടതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീണ്ടും വാദം കേൾക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.